ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായി ചാനൽ തുടങ്ങി മോണിറ്റൈസ് ആയ ചാനൽ മുതൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ളവരുടെ ചാനൽ വരെ ഡിലീറ്റ് ആകുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. പുതുതായി തുടങ്ങിയ കുറേ ചാനലുകൾക്ക് അവർക്ക് നല്ല വ്യൂസ് അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വരുന്നുണ്ട്. എന്നാൽ ഒരു സമയത്ത് അവരുടെ ചാനൽ ഡിലീറ്റ് ആയി പോയി. അപ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടെല്ലാം വെറുതെയാകും. അതിനാൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇത്തരത്തിൽ ഒരുപാട് ചാനലുകൾ ഡിലീറ്റ് ആയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ച ഒട്ടുമിക്ക പേർക്കും പറ്റുന്ന ചില അബദ്ധങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ചാനലിലും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇതിനു മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേയേറെ ചാനലുകൾ ആപ്ലിക്കേഷൻ റിവ്യൂസ് എല്ലാം ചെയ്യാറുണ്ട്. ഒട്ടുമിക്ക സ്റ്റാർട്ടിങ്ങിലുള്ള ചാനലും ഇതുപോലെ റിവ്യൂസ് എല്ലാം ചെയ്യും. എന്നാൽ കുറേ ചാനലുകൾ അവർ പെയ്ഡ് ആപ്ലിക്കേഷനെ കുറിച്ചെല്ലാം വിവരിക്കും. തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് അവർക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിനെ കുറിച്ച് മതിയായ അറിവില്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള പെയ്ഡ് ആപ്ലിക്കേഷൻ ഇത് എങ്ങനെ ഫ്രീ ആയി യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചെല്ലാം വീഡിയോ ചെയ്യാറുണ്ട്. പെയ്ഡ് ആപ്ലിക്കേഷൻ ഇത് ഫ്രീ ആയി യൂസ് ചെയ്യാനുള്ള ട്രിക്ക് അല്ലെങ്കിൽ ഇത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാനുള്ള മെത്തേഡ് ഒന്നും നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ ചാനലിന് സ്ട്രൈക്ക് കിട്ടാനും അതുപോലെ ചാനൽ ടെർമിനേഷൻ എല്ലാം സംഭവിക്കാനും കാരണമാകും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. അടുത്തതായി തുടക്കത്തിലുള്ള കുറെ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു അബദ്ധമാണ് അവർ റമ്മി ആപ്ലിക്കേഷനെ സപ്പോർട്ട് ചെയ്തുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഇത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന് എഗെയിൻസ്റ്റ് ആണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനലിൽ സ്ട്രൈക്ക് വരാനും ചാനൽ നഷ്ടപ്പെടാനെല്ലാം ഇത് കാരണമാകും. ഒരിക്കലും ഗാംബ്ലിംഗ് അല്ലെങ്കിൽ കാസിനോ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഒന്നും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാതിരിക്കുക. ഇനി തുടക്കക്കാരായ കുറേ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു അബദ്ധമാണ് യൂട്യൂബിൽ നിന്നും എങ്ങനെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ എല്ലാം ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചെല്ലാം വീഡിയോ ചെയ്യുന്നത്. അതായത് ചില ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്ത് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്നും വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം യൂട്യൂബ് ഒരിക്കലും ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം യൂട്യൂബിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ആഡ്സിൽ നിന്നുള്ളതാണ്. ഇത്തരത്തിൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത് വീഡിയോസ് കാണുകയാണെങ്കിൽ അതിൽ ആഡ്സ് ഒന്നും നൽകാൻ യൂട്യൂബിന് സാധിക്കുകയില്ല. അതിനാൽ തന്നെ ക്രിയേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂട്യൂബിൽ നിന്നും എങ്ങനെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം ഇത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്താതിരിക്കുക. കാരണം ഇത് നിങ്ങളുടെ ചാനലിലേക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അതുപോലെ നിങ്ങളുടെ ചാനൽ ടെർമിനേഷൻ എല്ലാം കാരണമാകാം. ഇനി നമ്മൾ ചെയ്യുന്ന മറ്റൊരു അബദ്ധമാണ് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനെ കുറിച്ച് അതിൻ്റെ യൂസേജിനെ കുറിച്ചെല്ലാം നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്യാറുണ്ട്. അതായത് വാട്സപ്പ് ട്രിക്ക് അല്ലെങ്കിൽ മറ്റു ചില ആപ്ലിക്കേഷൻ ടിപ്സ് ട്രിക്സ് ഇവയെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചാനലിൽ ഒരാളുടെ ലൊക്കേഷൻ എങ്ങനെ ട്രാക്ക് ചെയ്യാം ഇത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കുക. ലൊക്കേഷൻ ട്രാക്കിംഗ് ഒരാളുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ യൂട്യൂബ് ഗൈഡ് ലൈനിന് ഇത് എഗെയിൻസ്റ്റുമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യം ഇത് ധാരാളമായി പുതിയ ക്രിയേറ്റേഴ്സ് എല്ലാം ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യം നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവുകയില്ല. അപ്പോൾ എന്താണ് ഇത് എന്ന് നോക്കാം. മറ്റുള്ളവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അതായത് മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താൽ നമ്മുടെ ചാനലിന് സ്ട്രൈക്ക് എല്ലാം ലഭിക്കും. അതുപോലെ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആകാനും ഈ ഒരു കാരണം മതി. നമ്മുടെ ചാനലിൽ 3 തവണ അടുപ്പിച്ച് സ്ട്രൈക്ക് എല്ലാം വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആകും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. പലരും മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് അതിൽ വോയിസ് ഓവർ എല്ലാം കൊടുത്ത് വീഡിയോസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നതും നല്ലതല്ല. കാരണം നിങ്ങളുടെ ചാനലിൽ കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം വരാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വീഡിയോയിൽ നിന്നുള്ള റവന്യൂ ഇതെല്ലാം നമ്മൾ കോപ്പിറൈറ്റ് ഓണർക്ക് നൽകേണ്ടി വരും.
അതിനാൽ തന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് യൂസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്